السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 മീലാദ് ആഘോഷിക്കുന്നു കേരളത്തിലടക്കം. അൽഹംദുലില്ലാഹ്, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ 1000 ശുക്ർ അള്ളാഹുവിനെ നേരുന്നു. അൽഹംദുലില്ലാഹ് അൽഫമറ. ലോകത്ത് ഇത്രയധികം വിശകലനം ചെയ്തിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരിക്കുകയില്ല. അനുകൂലിച്ചും പ്രതികൂലിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതൊരു മനസ്സിന് കുളിർമയാണ്. തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിൽ അടിക്കുന്നതാണ്. അതുപ്രകാരം എല്ലാവരും ആഘോഷിക്കുന്നതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്നതാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരാതെ തന്നെ ഇസ്ലാമിനെക്കുറിച്ചും നബിതങ്ങളെക്കുറിച്ചും നല്ല രൂപത്തിൽ മനസ്സിലാക്കിയവർ എത്ര മനോഹരമായിട്ടാണ് ആ മഹനീയ വ്യക്തിത്വത്തെ കുറിച്ച് പറയാറുള്ളത്. ചിലർ എന്തുകൊണ്ടെന്നറിയില്ല, അന്ധമായ വിരോധം കൊണ്ട് ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ വേദന തോന്നുകയാണ്. അവർക്കൊക്കെ നല്ല സന്മനസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ നബിതങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 100 ഒട്ടകത്തെ, ചുവന്ന ഒട്ടകത്തെ നൽകാം ഇനാം പ്രഖ്യാപിച്ചപ്പോൾ ആ നബിതങ്ങളെ വധിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. പക്ഷേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ ഒരുപാട് പേർ നബിതങ്ങളോടുള്ള വിരോധം മനസ്സിൽ വെച്ച് നടക്കുന്നതിനിടയിൽ നബിതങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അവിടത്തോടൊപ്പം ചേരാൻ കൊതിക്കുകയും ചെയ്ത അനേകം ചരിത്രങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ദേഷ്യം വച്ച് പോയിട്ടുള്ള ആളുകൾക്കെല്ലാം നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും നബിതങ്ങളെ സ്നേഹിക്കാനും ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിലും അവർ നബിതങ്ങളെ സ്നേഹിക്കുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും.